അനധികൃത വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 103 കുപ്പി വിദേശ മദ്യം ആലപ്പുഴ എക്സൈസ് പിടികൂടി. തോട്ടപ്പള്ളി സ്പിൽവേ കനാലിൽ വലയിൽ കെട്ടി താഴ്ത്തിയിരിക്കുകയായിരുന്നു മദ്യക്കുപ്പികൾ. തോട്ടപ്പള്ളി സ്പിൽവേ കനാലിലൂടെ നീന്തുന്നത് ഒരു എക്സൈസ് ഉദ്യോഗസ്ഥനാണ്. കുളിക്കാൻ ഇറങ്ങിയതല്ല, വെള്ളത്തിനടിയിൽ ഒളിപ്പിച്ചിരിക്കുന്ന മദ്യക്കുപ്പികൾ വീണ്ടെടുക്കാനാണ്. ഒന്നല്ല രണ്ടല്ല 500 ml 103 കുപ്പികളുണ്ടായിരുന്നു. കേസിൽ തോട്ടപ്പള്ളി സ്വദേശി ശിവജിയെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. ബിവറേജ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റിൽ നിന്ന് പല പ്രാവശ്യമായിട്ട് വാങ്ങി സ്റ്റോർ ചെയ്ത ഒരു സംഭവമാണ്. അത് വളരെ നമുക്കാർക്കും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ വലകളിലാക്കി കായലിലിട്ടിരിക്കുകയായിരുന്നു. തോട്ടപ്പള്ളി സ്പെല്ലയുടെ കിഴക്ക് സമീപമുള്ള കുറേ സ്ത്രീകൾ വന്നു പറഞ്ഞു ഇദ്ദേഹം ഇങ്ങനെ വിൽപ്പന നടത്തുന്നുണ്ടെന്ന് ലൈവായിട്ട് ഒരു ഇൻഫർമേഷൻ കിട്ടിയ സ്ഥിതിക്ക് ഞങ്ങൾ ഉടനെ അപ്പോൾ തന്നെ എൻ്റെ കൂടെ പാർട്ടിയിൽ മഫ്റ്റിയിലുണ്ടായിരുന്ന 1-2 വിട്ട് അത് നിശ്ചിതി മനസ്സിലാക്കിയ ശേഷം അപ്പോൾ ചെയ്യാൻ അവിടെ ഒരു കുളിക്കടവുണ്ട്, അവിടെ നിന്ന് സാധനം വിൽപ്പന നടത്തി വരികയായിരുന്നു. പെട്ടെന്ന് പാർട്ടിയിൽ നിന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. പിടികൂടാനെത്തിയ എക്സൈസ് ഉദ്യോഗസ്ഥരിൽ ഒരാളെ പ്രതി വെള്ളത്തിൽ തള്ളിയിട്ടു. വെള്ളത്തിൽ മുങ്ങി മദ്യക്കുപ്പികൾ എടുക്കുന്നതിനിടെ ഒരാളുടെ കണ്ണിന് പരിക്കേൽക്കുകയും ചെയ്തു. കുറച്ച് നാളായിട്ട് നമ്മുടെ നിരീക്ഷണത്തിലായിരുന്നു. അങ്ങനെ ഇന്ന് രാവിലെ ഡ്രൈ ഡേയോടനുബന്ധിച്ചുള്ള പെട്രോളിങ്ങിന്റെ ഇടയ്ക്കാണ് നമുക്ക് ഈ കേസ് കിട്ടുന്നത്. ശിവജി മുൻപും അനധികൃത മദ്യവിൽപ്പനയ്ക്ക് പിടിയിലായിട്ടുണ്ട്. 450 രൂപ വരെ വിലയുള്ള 1 ലിറ്റർ മദ്യം ഡ്രൈ ഡേയിൽ 600 മുതൽ 700 വരെ രൂപയ്ക്കാണ് വിറ്റിരുന്നത്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.